സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹർത്താൽ ആചരിക്കാൻ ബിജെപി ആഹ്വാനം. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സമരപ്പന്തലിൽ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം മുട്ടട സ്വദേശി വേണുഗോപാൽ നായരോടുള്ള ആദരസൂചകമായാണ് സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിക്കാൻ ബിജെപി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മരിച്ച വേണുഗോപാൽ നായർ അയ്യപ്പ ഭക്തനായിരുന്നുവെന്നാണ് ബിജെപി പറയുന്നത്. അതേസമയം വേണുഗോപാലിന്റെ മരണമൊഴി പുറത്തുവന്നു. ജീവിതം മടുത്തതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മധ്യവയസ്കന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. ശബരിമല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ബിജെപി നടത്തുന്ന സമരവുമായി സംഭവത്തിന് ബന്ധമില്ലെന്നും പോലീസ്. വേണുഗോപാലൻ നായർക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. വേണുഗോപാലൻ നായരുടെ മരണം രാഷ്ട്രീയ ആയുധമാക്കി ബിജെപി സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് സംഭവത്തിലെ പോലീസ് വിശദീകരണം ശ്രദ്ധേയമാകുന്നത്. വേണുഗോപാലൻ നായരുടെ മരണം ആത്മഹത്യയാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ശബരിമല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന നടത്തുന്ന സമരവുമായി ഈ സംഭവത്തിന് ബന്ധമില്ല. വേണുഗോപാലൻ നായർക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി വേണുഗോപാലൻ നായരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജീവിത നൈരാശ്യവും ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടുമാണ് കൃത്യം ചെയ്തതെന്നും മരണവെപ്രാളത്തിൽ സമരപ്പന്തലിന് സമീപത്തേക്ക് ഓടിയതാണെന്നും ഇയാൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായരുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബിജെപി ഹർത്താലുകൾ ആഘോഷമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2 മാസത്തിനിടയിൽ അവർ 7 ഹർത്താലുകളാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ അവർക്ക് ആഘോഷമാണ്, അവർക്ക് ഉത്സവമാണ്. അപകട മരണം അല്ലെങ്കിൽ ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള അന്വേഷണം ആവശ്യമാണ്. കാരണം ആത്മഹത്യ നടന്നിരിക്കുന്നത് രാത്രി 2 മണിക്കാണ്. ആത്മഹത്യ നടന്ന സ്ഥലമെന്ന് പറയുന്നത് ബിജെപിയുടെ നേതാവായിട്ടുള്ള CK പത്മനാഭൻ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന സമരപ്പന്തലിന് മുന്നിലാണ്. എങ്ങനെ അവിടെ ആത്മഹത്യ അയാൾ നടത്താൻ ഇടയായി എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഗൗരവതരമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. മധ്യപ്രദേശിൽ കമൽനാഥ് മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി പദവി വേണമെന്ന ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ആവശ്യം തള്ളിയാണ് ഹൈക്കമാൻഡ് കമൽനാഥിനെ പരിഗണിച്ചത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരുന്നു പ്രഖ്യാപനം. മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു തീരുമാനമുണ്ടായത്. 15 പാർലമെന്ററി രംഗത്തുള്ള കമൽനാഥ് മുഖ്യമന്ത്രിയാകുന്നത് ഇതാദ്യമാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അർഹിച്ച പരിഗണന നൽകുമെന്ന ഉറപ്പിന്മേലാണ് വിട്ടുവീഴ്ചകൾക്ക് സിന്ധ്യ തയ്യാറായതെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മധ്യപ്രദേശിൽ കോൺഗ്രസിന് കീറാമുട്ടിയായത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കലായിരുന്നു. മണിക്കൂറുകൾ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിലായിരുന്നു ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങി ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രി പദം കമൽനാഥിന് നൽകാൻ സമ്മതം മൂളിയത്. അർഹമായ പരിഗണന ഭാവിയിൽ നൽകുമെന്ന ഹൈക്കമാൻഡിന്റെ ഉറപ്പിലാണ് വിട്ടുവീഴ്ചകൾക്ക് സിന്ധ്യ തയ്യാറായതെന്നാണ് സൂചന. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ രാഹുലിന് MLA-മാരും നേതാക്കളും അനുമതി നൽകിയിരുന്നെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള ധൈര്യം രാഹുൽ കാട്ടിയില്ല. സോണിയാഗാന്ധി, AK ആന്റണി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി ചർച്ച നടത്തിയാണ് രാഹുൽ തീരുമാനത്തിലെത്തിയത്. ഭോപ്പാലിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തെ തീരുമാനം അറിയിച്ച ശേഷമായിരുന്നു പ്രഖ്യാപനം. ഇരു നേതാക്കൾക്കുമായി MLA-മാരും അണികളും തെരുവിലിറങ്ങുന്ന സാഹചര്യവും മധ്യപ്രദേശിലുണ്ടായി. അതേസമയം കമൽനാഥ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായതോടെ സിഖ് കലാപത്തിലെയും റക്കബ്ഗഞ്ച് ഗുരുദ്വാര സംഭവത്തിലെയും കമൽനാഥിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി BJPയും വിവിധ സിഖ് പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കമൽനാഥിനെ ഇക്കാര്യം ഉയർത്തി നേരിടാൻ BJP തയ്യാറായിരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മുഖ്യമന്ത്രിമാരെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലാണ് തർക്കം. പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നലെ തുടങ്ങിയ ചർച്ചകളിൽ ഇതുവരെ തീരുമാനമായില്ല. ലാഭമുണ്ടാക്കാനുള്ള ത്വരയിൽ എന്ത് കുറ്റകൃത്യത്തിലേർപ്പെടാനും മൂലധന താൽപരരായ മാധ്യമങ്ങൾ മടിക്കുകയില്ലെന്ന് MA ബേബി. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തോടൊപ്പം മൂലധന താൽപര്യം കൂടി വരുമ്പോൾ അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകുമോ എന്നത് വലിയ ചോദ്യമാണെന്നും MA ബേബി പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഭാഗമായ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാധ്യമ മേഖലയെ കുത്തകകൾ കൈയടക്കുമ്പോൾ ഈ രംഗത്തെ ബദലുകൾ അന്വേഷിക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്നത് കൈരളി TV പോലുള്ള സംരംഭങ്ങളാണെന്നും MA ബേബി പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ
KP സേതുനാഥ് മോഡറേറ്ററായിരുന്നു. ദാമോദർ പ്രസാദ്, KV രാജൻ, അനിൽകുമാർ, ഗോവിന്ദൻ തുടങ്ങിയവരും പങ്കെടുത്തു. റഫേൽ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജിയിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് രാവിലെ 10:30 വിധി പുറപ്പെടുവിക്കും. ചട്ടങ്ങൾ ലംഘിച്ച് റഫേൽ കരാർ ഒപ്പിട്ടെന്നാണ് ഹർജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അഴിമതിയിൽ സുപ്രീംകോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയാകും. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന കേസിലാണ് സുപ്രീംകോടതി ഇന്ന് വിധി പറയുന്നത്. ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷനിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ അഴിമതി നടന്നുവെന്നാണ് ഹർജി. 126 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ തിരുത്തി 36 മാത്രമാക്കി ചുരുക്കിയ റഫേൽ ഇടപാടിൽ ചട്ടങ്ങൾ പാലിച്ചില്ല. BJP മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂറി തുടങ്ങിയവരടക്കം നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ വാദം നവംബർ 14 പൂർത്തിയായിരുന്നു. വാദം നടക്കുന്നതിനിടെയാണ് ഫ്രാൻസിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്ന് രാജ്യം അറിഞ്ഞത്. പൊതുമേഖലാ കമ്പനിയായ HML-നെ ഒഴിവാക്കി റിലയൻസ് ഏവിയേഷൻ എന്ന അനിൽ അംബാനിയുടെ കമ്പനിയെ കരാറിൽ ഉൾപ്പെടുത്തിയതും കേന്ദ്ര സർക്കാരിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. പൊതുരംഗത്തെ അഴിമതി തടയുന്ന നിയമത്തിന് കീഴിൽ വരുന്നതാണ് റഫേൽ കേസെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ സഞ്ജയ് കൌൾ, KM ജോസഫ് തുടങ്ങിയവർ അംഗങ്ങളായ ബെഞ്ച് വിധി പുറപ്പെടുവിക്കും. വ്യോമസേന തലവനടക്കമുള്ളവരെ വാദസമയത്ത് സുപ്രീംകോടതി വിളിച്ചു വരുത്തിയിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ കേന്ദ്ര സർക്കാർ അന്വേഷണത്തെ ശക്തമായി എതിർക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM നേതൃയോഗങ്ങൾ ഇന്ന് ദില്ലിയിൽ ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ചേരും. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന CPIM നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് ദില്ലിയിൽ ആരംഭമാകുന്നത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മിസോറാം, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെയും മറ്റന്നാളും ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. ഇതിനു മുന്നോടിയായി ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി തുടങ്ങിയവർ ദില്ലിയിലെത്തി. CPIM നേതൃത്വത്തിൽ രാജ്യത്താകമാനമുണ്ടായ കർഷക പ്രക്ഷോഭങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. രാജസ്ഥാനിൽ കർഷക വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമായി. നരേന്ദ്രമോദിയുടെ പൊള്ളയായ കർഷക നയങ്ങളും ജനവിരുദ്ധ നീക്കങ്ങളും തുറന്നു കാണിക്കാൻ CPM-നായെന്ന് പൊതുവിലയിരുത്തലുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ പുതിയ പ്രക്ഷോഭ പരിപാടികളും കേന്ദ്ര കമ്മിറ്റി യോഗം ആസൂത്രണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കൂട്ടയടി. വാഴത്തോപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലും ചെരുപ്പേറിലും കലാശിച്ചത്. 3 വർഷം മുമ്പുണ്ടാക്കിയ മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് M വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമ്പോൾ കോൺഗ്രസിന്റെ ഗാന്ധിനഗർ വാർഡിൽ നിന്ന് വിജയിച്ച KM ജലാലുദ്ദീനെ ഈ സ്ഥാനം നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ A ഗ്രൂപ്പുകാരനായ ജലാലുദ്ദീനെ ഒഴിവാക്കി I ഗ്രൂപ്പിന്റെ ബാബു ജോർജ് പാലക്കലിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ തീരുമാനിച്ചു. ഇതോടെ പ്രകോപിതനായ ജലാലുദ്ദീൻ DCC പ്രസിഡന്റിന് നേരെ ചെരിപ്പൂരിയെറിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്നാണ് കൂട്ടയടി നടന്നത്. അർഹിച്ച സ്ഥാനം നഷ്ടമായതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് ജലാലുദ്ദീൻ പറഞ്ഞു. 3 വർഷം മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് 3 വർഷം കേരള കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതിനുശേഷം വരുന്ന കോൺഗ്രസിന് തരുമ്പോൾ എന്നെ പരിഗണിക്കാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ DCC ഓഫീസിൽ ജില്ലയിലെ തന്നെ ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരും ജനപ്രതിനിധികളും ചേർന്ന യോഗത്തിൽ വെച്ചാണ് അവിടെ പങ്കെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉത്തരവാദിത്ത പാർട്ടി നേതാക്കന്മാർ എനിക്ക് അനുകൂലമായി നിന്നെങ്കിൽ പോലും ഗ്രൂപ്പിന്റെ പേരിൽ എന്നെ ഒഴിവാക്കി എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം തരാത്തതിന്റെ പേരിലാണ് ചില പ്രശ്നങ്ങളോട് ഉണ്ടായത്. 1 വർഷത്തേക്ക് മാത്രമാണ് ബാബു ജോർജിനെ വൈസ് പ്രസിഡന്റായി വിപ്പ് നൽകിയിട്ടുള്ളത് എന്നും അടുത്ത വർഷം ജലാലുദ്ദീനെ വിപ്പ് നൽകുമെന്നുമാണ് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ പ്രതികരിച്ചത്. ആദ്യ അവസരം ലഭിക്കാത്തതിൽ ഉണ്ടായ അമർഷമാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയതെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ വിശദീകരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി സ്ഥാനങ്ങൾ ജലാലുദ്ദീൻ രാജിവെച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തലസ്ഥാന നഗരിയിൽ 7 രാപ്പറുകളെ സജീവമാക്കിയ 23ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ സമാപനം. മലയാള ചലച്ചിത്രമായ ഈമയൌവിന് രജത ചകോരം, മികച്ച സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ തെരഞ്ഞെടുത്തു. സുവർണ ചകോരം ഇറാനിയൻ ചിത്രമായ ദി ഡാർക്ക് റൂമിന്. സമാപന യോഗവും പുരസ്കാര വിതരണവും വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു.
പ്രളയം തകർത്ത കേരളത്തിന്റെ അതിജീവനം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് 23ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല വീണത്. മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി മികച്ച സംവിധായകനായി ലിജോ ജോസ് പെല്ലിശ്ശേരിയെ തെരഞ്ഞെടുത്തു. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം റാഹള്ള ഹൗജാസി സംവിധാനം ചെയ്ത ഇറാനിയൻ ചിത്രമായ ദ ഡാർക്ക് റൂം കരസ്ഥമാക്കി. മകനെ ലൈംഗിക പീഡനത്തിനിരയാക്കിയവരെ കണ്ടെത്താൻ മാതാപിതാക്കൾ നടത്തുന്ന ശ്രമമാണ് ചിത്രത്തിന്റെ മുഖ്യ പ്രമേയം. 15 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ഹിന്ദി സംവിധായികയായ ഹനാമിക ഹസ്കർ നേടി. ചിത്രം ടേക്കിംഗ് ദ ഹോഴ്സ് ടു ഈറ്റ് ജിലേബീസ്. ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സൗമാനൻ സാഹി ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. ബിയാട്രിസ് സഗ്നറുടെ ദി സൈലൻസ് എന്ന ചിത്രവും ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹമായി. ഇന്ത്യയിലെ മികച്ച ചിത്രത്തിനുള്ള പ്രഥമ KR മോഹനൻ എൻഡോമെന്റ് അമിതാഭ് ചാറ്റർജി സംവിധാനം ചെയ്ത മനോഹർ ആൻഡ് ഐ കരസ്ഥമാക്കി. വിനു കോലിച്ചാലിൽ സംവിധാനം ചെയ്ത ബിലാത്തിക്കുഴൽ ഈ വിഭാഗത്തിൽ പ്രത്യേക പരാമർശത്തിന് അർഹമായി. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം സക്കറിയ സംവിധാനം ചെയ്ത സുഡാനി ഫ്രം നൈജീരിയയ്ക്കാണ്. സമാപന യോഗവും പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മേളയുടെ സമഗ്രമായ റിപ്പോർട്ടിങ്ങിന് കൈരളി TVയിലെ ഹണി തത്തമ്പള്ളി പ്രത്യേക പരാമർശത്തിന് അർഹമായി. പെരുന്തച്ചൻ എന്ന ഒറ്റ സിനിമയിലൂടെ ചലച്ചിത്രാസ്വാദകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അജയന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മന്ത്രിമാരായ AK ബാലൻ, VS സുനിൽകുമാർ, മേയർ VK പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മതിലിന് പിന്തുണയുമായ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ MS സുനിൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മതരാഷ്ട്രീയ ജാതി ചിന്തകൾക്ക് അതീതമായി സ്ത്രീകൾ ഒരുമിച്ചാൽ അത് സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് MS സുനിൽ വ്യക്തമാക്കി. വരുന്ന ജനുവരി 1-ാം തീയതി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കേരളമൊട്ടാകെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീ മുന്നേറ്റത്തിന്റെ ശക്തി വിളിച്ചോതിക്കൊണ്ട് നടത്തപ്പെടുന്ന വനിതാ മതില് സ്ത്രീകളുടെ ശക്തി അല്ലെങ്കിൽ സ്ത്രീ സമത്വം, പുരുഷനേക്കാൾ ശക്തരാണ് സ്ത്രീ എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മതങ്ങൾക്ക് അതീതമായിട്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ജാതി ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാ സ്ത്രീകളും ഒരുപോലെ നിന്നാൽ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു ബോധം മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ ഈ മുന്നേറ്റത്തിന് സാധിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. സൈബർ സുരക്ഷാ ആസൂത്രണ രംഗത്തെ സ്റ്റാർട്ടപ്പായ ക്ലൗഡ്സെക് 14 കോടി രൂപയുടെ മൂലധന നിക്ഷേപം സ്വരൂപിച്ചതായി ഈസ്റ്റേൺ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ നിക്ഷേപക വിഭാഗമായ ME മീരാൻ ഫൗണ്ടേഷന്റെ പിന്തുണയോടെ 2015 ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ സാരഥി മാവേലിക്കര സ്വദേശി രാഹുൽ ശശിയാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രവർത്തനം വിപുലപ്പെടുത്താൻ നിക്ഷേപം പ്രയോജനപ്പെടുത്തുമെന്ന് രാഹുൽ ശശി പറഞ്ഞു. ഈസ്റ്റേൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ, മോഹൻലാൽ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമല വിശേഷങ്ങൾ കോ-പവേർഡ് ബൈ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂരിന്റെ ചിറകിൽ നവകേരളം പറക്കും. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിനും വാവരുനടയ്ക്കുമൊപ്പം ഭക്തിസാന്ദ്രമായ ഒന്നാണ് അയ്യപ്പ സന്നിധിയിലെ പോസ്റ്റ് ഓഫീസ്. അയ്യപ്പനെ കാണാൻ ശബരിമലയിലെത്തുന്ന ഭക്തർ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ എത്താതെ മടങ്ങാറില്ല. അയ്യപ്പ മുദ്ര പതിപ്പിച്ച് കത്തയക്കാനാണ് ഭക്തർ പോസ്റ്റ് ഓഫീസ് തേടിയെത്തുന്നത്. അയ്യപ്പ സന്നിധിയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കൊരു കത്തയച്ച് പതിവില്ലെങ്കിലും അയ്യപ്പനെ കാണാനെത്തിയാൽ സന്നിധാനത്തെ ഈ തപാൽ ഓഫീസിൽ നിന്ന് സ്വാമിമാർ കത്തയക്കുന്നത് പതിവാണ്. കത്തയച്ച് വീട്ടിലെത്തി കാത്തിരുന്നാൽ 18ാം പടിക്ക് മുകളിലിരിക്കുന്ന അയ്യപ്പന്റെ മുദ്ര പതിപ്പിച്ച കത്ത് വീട്ടിലെത്തും. അതിനാൽ ധാരാളം പേരാണ് കത്തയക്കാൻ സന്നിധാനത്തെ ഈ പോസ്റ്റ് ഓഫീസിലെത്തുന്നത്. സ്വാമിമാര് അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് നേരെ പോസ്റ്റ് ഓഫീസ് തിരക്കാണ് വരുന്നത്. അതായത് അവരുടെ കൂട്ടുകാർക്കും അവരുടെ ബന്ധുക്കാർക്കും എല്ലാം അയ്യപ്പന്റെ സീലുള്ള ഈ കത്തുകൾ നാട്ടിലോട്ട് അയച്ചു കൊടുക്കാനായിട്ട് ഇന്ത്യയിൽ പോലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് 18 പടിയിൽ മുകളിൽ അയ്യപ്പൻ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഇത്. അതിനുവേണ്ടി തന്നെ ആൾക്കാർ തിരക്കി ഇവിടെ വരാറുണ്ട്. ഭക്തജനങ്ങൾക്ക് പുറമെ ഡ്യൂട്ടിക്കായി ശബരിമലയിലെത്തുന്ന തൊഴിലാളികളും ഉദ്യോഗസ്ഥരും കത്തയക്കാൻ ഇവിടെ എത്താറുണ്ട്. ഞാൻ ജോലി കിട്ടുന്നതിന് മുന്നേ പട്ടാമ്പി പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. DD പോസ്റ്റിലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു.
ഒരു കാർഡ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയത്. 1960 പ്രവർത്തനം ആരംഭിച്ചെങ്കിലും 1975 അയ്യപ്പന്റെ മുദ്ര ഉപയോഗിച്ചു തുടങ്ങിയത്. 689713 എന്ന പിൻകോഡിൽ അറിയപ്പെടുന്ന ഓഫീസ് സീസണിൽ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സാറേ ഞാനേ ശബരിമലെന്ന് വിളിക്കണേ, നെയ്യാറ്റിൻകരയോ? സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ അയ്യപ്പനെ തേടിയെത്തുന്ന കത്തുകളും ഇവിടെ എത്താറുണ്ട്. ഒപ്പം അയ്യപ്പന്റെ പേരിലെത്തുന്ന മണി ഓർഡറുകളും. ഇവയെല്ലാം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിക്കാറാണ് ഇവിടെ പതിവ്. എന്തായാലും കത്തുകൾ മരിക്കുന്ന ഇക്കാലത്ത് അയ്യപ്പന് വേണ്ടി എഴുതുന്ന വരികൾ ഭക്തിക്കപ്പുറം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അയ്യപ്പ സന്നിധിയിലെ പോസ്റ്റ് ഓഫീസിന്റെ ചിത്രങ്ങൾ പകർത്തിയ ഞങ്ങളുടെ ക്യാമറമാൻ അഖിലേഷിന് അയ്യപ്പ മുദ്രയുള്ള ഒരു പോസ്റ്റ് കാർഡ് ഞാനും പോസ്റ്റ് ചെയ്തു. സന്നിധാനത്ത് നിന്ന് റിനു ശ്രീധർ. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് കാര്യക്ഷമമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പേരും മേൽവിലാസവും എഴുതിയ ബാൻഡ് ചുറ്റിക്കൊടുത്തതിനു ശേഷം മാത്രമേ കുട്ടികളെ മല ചവിട്ടാൻ അനുവദിക്കൂ. ഏറെ വിജയപ്രദമായ ഈ സുരക്ഷാ രീതി വലിയ ആശ്വാസമാണ് രക്ഷിതാക്കൾക്ക് നൽകുന്നത്. മണ്ഡലകാലം തുടങ്ങിയതു മുതൽ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ബാൻഡ് കെട്ടിക്കൊടുക്കുന്ന പദ്ധതി പോലീസ് ആരംഭിച്ചിരുന്നു. ബാലാവകാശ കമ്മീഷന്റെ സന്ദർശനത്തെ തുടർന്ന് പിന്നീട് ഇത് കൂടുതൽ കാര്യക്ഷമമാക്കി. പമ്പയിലെ ഗാർഡ് റൂമിന് സമീപത്തുള്ള പോലീസുകാരാണ് കുട്ടികളുടെ കൈകളിൽ രക്ഷിതാവിന്റെ മേൽവിലാസവും ഫോൺ നമ്പറും എഴുതിയ ബാൻഡുകൾ ചുറ്റിക്കൊടുക്കുന്നത്. തിരക്കിനിടയിൽ കുട്ടികൾ കൂട്ടം തെറ്റിപ്പോയാൽ പെട്ടെന്ന് രക്ഷിതാക്കളെ കണ്ടെത്തുന്നതിനാണ് ബാൻഡ് ചുറ്റിക്കൊടുക്കുന്നത്. ഇത്തരത്തിൽ ബാൻഡ് കെട്ടിയതുമൂലം കൂട്ടം തെറ്റിയ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ വേഗത്തിൽ കണ്ടെത്താൻ ഇതിനകം പലതവണ പോലീസിന് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പുറമെ ഏറെ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പോലീസ് ഇത്തരത്തിൽ ബാൻഡുകൾ കെട്ടി നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊച്ചി സേലം പൈപ്പ് ലൈനിനെതിരെ പാലക്കാട് കർഷകരുടെ പ്രതിഷേധം. നെൽകൃഷി വിളവെടുപ്പിന് ശേഷം മാത്രമേ പൈപ്പ് ലൈൻ നിർമ്മാണ പ്രവൃത്തികൾ നടത്താവൂ എന്നാണ് കർഷകരുടെ ആവശ്യം. പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. പാലക്കാട് കുഴൽമന്തത്താണ് പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി കർഷകർ രംഗത്ത് വന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള കൊച്ചി സേലം പൈപ്പ് ലൈൻ പദ്ധതി നെൽകൃഷി നശിപ്പിച്ച് നടപ്പിലാക്കുന്നതിന് എതിരെയാണ് കർഷകരുടെ പ്രതിഷേധം. വിളവെടുപ്പ് കഴിയുന്നതുവരെ താൽക്കാലികമായെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. വലിയ ഒരു പ്രളയം കഴിഞ്ഞതിന് ശേഷം കൃഷി വലിയ നാശനഷ്ടത്തിലേക്ക് പോവുകയും തുച്ഛമായ ലാഭത്തിൽ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഈ രണ്ടാം വിള കൃഷി ഇറക്കിയിരിക്കുന്നത്. ഈ ഇറക്കിയ കൃഷി 45 ദിവസം കഴിഞ്ഞാൽ വിളവെടുത്തതിന് ശേഷം പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് കമ്പനി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കൃഷിക്കാരുടെ പ്രധാനമായ ആവശ്യം. കുഴൽമന്തത്ത് കൃഷി നശിപ്പിച്ച് പൈപ്പിടാനുള്ള ശ്രമം കർഷകർ തടഞ്ഞു. തുടർന്ന് കർഷകരും കമ്പനി അധികൃതരുമായി പോലീസ് നടത്തിയ ചർച്ചയിൽ വിളകൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. തിങ്കളാഴ്ച വരെ നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. 2000 പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പദ്ധതിക്കായി കൊച്ചി മുതൽ സേലം വരെ 18 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്തത്. ആദ്യ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പൈപ്പ് ലൈൻ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാഹിത്യകാരൻ ടി പത്മനാഭനെയും പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയെയും MG സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. സർവകലാശാല ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം ബഹുമതി സമ്മാനിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകളുടെയും സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നടത്തിയ ഇടപെടലുകളുടെയും അംഗീകാരമായാണ് ടി പത്മനാഭന് MG സർവകലാശാല ഡീലിറ്റ് ബഹുമതി സമ്മാനിച്ചത്. ക്ഷണികമായ അംഗീകാരങ്ങൾക്കു വേണ്ടി ഒരിക്കലും അധികാരശക്തികളുടെ പിന്നാലെ പോയിട്ടില്ലെന്ന് ടി പത്മനാഭൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റേതുൾപ്പെടെ വ്യവസായ വ്യാപാര രംഗങ്ങളിലെ മികച്ച സംഭാവനകളാണ് MA യൂസഫ് അലിയെ ഡീലിറ്റ് ബിരുദത്തിന് അർഹനാക്കിയത്. സർവകലാശാല പ്രോ ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ KT ജലീൽ, സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ്, രജിസ്ട്രാർ MR ഉണ്ണി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കഴിഞ്ഞ ദിവസം കർണാടക വനത്തിൽ മലയാളി കാസർഗോഡ് തയ്യനി സ്വദേശി തന്നിക്കൽ ജോർജ് മരിച്ച സംഭവത്തിൽ 2 സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോർജിനൊപ്പം വനത്തിൽ പോയ ചന്ദ്രൻ, അശോകൻ എന്നിവരെയാണ് കർണാടകയിലെ ഭാഗമണ്ഡലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ നേരത്തെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. മറ്റൊരു നായാട്ട് സംഘം വെടിവെച്ചുവെന്ന് ആദ്യം പറഞ്ഞിരുന്ന പ്രതികൾ ചോദ്യം ചെയ്യലിൽ കുറ്റമേറ്റു പറഞ്ഞു. അബദ്ധത്തിൽ തങ്ങളുടെ തോക്കിൽ നിന്ന് വെടിയേറ്റതായി ഇവർ സമ്മതിച്ചു. മനഃപൂർവ്വമല്ല നരഹത്യയാണ് ഇവരുടെ പേരിലുള്ള കേസ്.
ഓൺലൈൻ ഹോട്ടൽ ബുക്കിംഗ് രംഗത്തെ ചൂഷണങ്ങൾക്കെതിരെ ബജറ്റ് ഹോട്ടൽ അസോസിയേഷൻ രംഗത്ത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് രാജ്യത്താകെയുള്ള ബജറ്റ് ഹോട്ടലുകൾ മുംബൈയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും മറ്റ് ഓൺലൈൻ ട്രാവൽ കമ്പനികളും ഇതിനോടകം തന്നെ നടപടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. തുടക്കത്തിൽ കരാർ പ്രകാരം ഇടപാടുകൾ നടത്തിയിരുന്നവർ പിന്നീട് പറഞ്ഞുറപ്പിച്ച വ്യവസ്ഥകളിൽ നിന്നെല്ലാം മാറുകയായിരുന്നുവെന്ന് ഇവരെല്ലാം പരാതിപ്പെടുന്നു. ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അവരത് ലീഗലൈസ് ചെയ്യുന്ന രീതിയിലല്ല നാം പലപ്പോഴും കാണുന്നത്. അവരുടെ ഓൺലൈൻ കമ്പ്യൂട്ടറിലുള്ള ആ സിസ്റ്റത്തിലാണ് അവർ തരുന്നത്. അത് നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഓയോ തീരുമാനിക്കുന്ന വ്യവസ്ഥകൾ ചെറുകിട ബജറ്റ് ഹോട്ടലുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങിയതോടെയാണ് ഹോട്ടൽ അസോസിയേഷൻ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. ഓയോ എന്ന ഒരു ജീവിയെ നമ്മൾ വളർത്തി വലുതായി ഈ ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. മുംബൈയിൽ ബജറ്റ് ഹോട്ടൽ അസോസിയേഷന് 250ഓളം അംഗങ്ങളാണുള്ളത്. ഇതിൽ 100ഓളം പേർ മലയാളി ഹോട്ടൽ ഉടമകളാണ്. ഇവിടെ മാത്രം ഓയോ റൂംസ് 10 മുതൽ 15 കോടി വരെ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത്. റിതേഷ് അഗർവാൾ എന്ന യുവ സംരംഭകൻ തുടക്കമിട്ട ഓൺലൈൻ സംരംഭത്തിന് വലിയ സ്വീകാര്യതയായിരുന്നു തുടക്കത്തിൽ ലഭിച്ചിരുന്നത്. എന്തായാലും ഹോട്ടൽ ഉടമകളെ വെറും ഹൌസ് കീപ്പർമാരായി ഒതുക്കി വലിയ ലാഭം കൊയ്യുന്ന ഇടനിലക്കാരായി ചൂഷണം തുടങ്ങിയതോടെയാണ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കോഴിക്കോടിന് സംഗീത ദൃശ്യവിരുന്നൊരുക്കി നാവികസേനയുടെ ബാൻഡ് ഷോ. നാവികസേനയും കോഴിക്കോടും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടം നാവികസേനയുമായി ചേർന്ന മാനാഞ്ചിറ മൈതാനിയിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോടെത്തിയ നാവികസേന ബാൻഡ് സംഘത്തെ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബാൻഡ് മേളത്തോടെ വരവേറ്റത്. ഇറ്റാലിയൻ മാർച്ചിങ് ട്യൂണോടെ നാവികസേനയുടെ സംഗീത വിരുന്ന് ആരംഭിച്ചു. ഏഴിമല നാവികസേന അക്കാദമിയുടെയും കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. നാവികസേന ബാൻഡ് സംഘത്തെ മാസ്റ്റർ ചീഫ് മ്യൂസീഷ്യൻ അപ്പക്കിളി പ്രഭാകരൻ നയിച്ചു. അടുത്ത വർഷം മുതൽ ഇന്ത്യൻ നാവികസേന അക്കാദമി പാസിംഗ് ഔട്ട് പരേഡിൽ ഓൾറൗണ്ട് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുന്ന പെൺകുട്ടിക്ക് സാമൂതിരി ട്രോഫി നൽകുമെന്ന് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കോഴിക്കോടിന്റെ നാവിക പൈതൃകം ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് തീരുമാനം. ക്യാമറാമാൻ അനിൽ കല്ലശ്ശേരിക്കൊപ്പം കോഴിക്കോട് നിന്നും AK ലതീഷ്.